ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ഇന്ത്യയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്ക് സുക്കർബർഗ് ഇന്ത്യക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായിരിക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹം പ്രോസിക്യൂഷൻ വിധേയമാകും എന്നാണ് ഇന്ത്യ അറിയിച്ചിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള വിഷയത്തിലേക്ക് പോകുമെന്ന് കണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയോട് മാപ്പ് പറയാൻ തയ്യാറായിരിക്കുന്നതെന്ന് റിപ്പോർട്ട് വരുന്നു. ഇന്ത്യ ഇതാദ്യമായല്ല ഒരു ടെക് ഭീമനെ മുട്ടുകുത്തിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഈ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് സ്ഥാപകനും മെറ്റോ സിഇഒയുമായുള്ള മാർക്ക് സുക്കർബർഗ് ജോ റോഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റാണ് ഇന്ത്യക്കെതിരെ അപകീർത്തികരമായുള്ള ഒരു പ്രസ്താവന നടത്തിയത്. കോവിഡ്-19 ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പല ജയിക്കേണ്ട പാർട്ടികളും തോറ്റുവെന്നും തോൽക്കേണ്ട പാർട്ടികൾ ജയിച്ചുവെന്നും പറയുന്നു. ഇതിൽ ഇന്ത്യ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രസ്താവന അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമാണെന്നും വളരെയധികം നിരുത്തരവാദപരമാണെന്നുമാണ് ഇന്ത്യ അപ്പോൾ തന്നെ ഫേസ്ബുക്കിനെ അറിയിച്ചത്. എന്നാൽ ഇതിൽ പ്രതികരിക്കാൻ പോലും മാർക്ക് സുക്കർബർഗ് തയ്യാറായിട്ടില്ല. പോരാത്തതിന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അപൂർണമായ അറിവിന്റെ ഉറവിടം എന്നാണ് മാർക്ക് സുക്കർബർഗിനെ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും വിളിച്ചത്. IT കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇതിൽ ആദ്യം മുൻപന്തിയിൽ നിന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അദ്ദേഹം എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത്. മറ്റേ ടാഗ് ചെയ്തിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 2024 തെരഞ്ഞെടുപ്പിൽ 64 കോടി ജനങ്ങളാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒട്ടുമിക്ക രാജ്യങ്ങളും NDA സർക്കാരിൽ വിശ്വാസം അവർ പ്രകടിപ്പിച്ചു. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ഭരിക്കുന്ന സർക്കാർ കോവിഡ് കാലത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെന്ന മാർക്ക് സക്കർബർഗിന്റെ വാദം തെറ്റാണ്, ഇത് നിരുത്തരവാദപരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മെറ്റ ഉടമ മാർക്ക് സുക്കർബർഗ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ വിഷയത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്, മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ വിവാദങ്ങൾക്കൊടുവിൽ ഉടമയ്ക്ക് വേണ്ടി മെറ്റയാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച് പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ നിഷികാന്ത് ദുബൈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 140 കോടി ജനങ്ങളുടെ അനുഗ്രഹവും വിശ്വാസവും ലഭിച്ചുവെന്നും നിഷികാന്ത് ദുബൈ എക്സ് പോസ്റ്റിൽ എഴുതി മെറ്റയുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനൊടുവിൽ തങ്ങളുടെ തെറ്റിന് ക്ഷമാപണം നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.